കളമശ്ശേരി സ്ഫോടന കേസിൽ സാക്ഷി പറയുന്നവരെ കൊലപ്പെടുത്തുമെന്ന ഭീഷണി. യഹോവ സാക്ഷികളുടെ PROയുടെ ഫോണിലാണ് ഭീഷണി സന്ദേശം എത്തിയത്. സാക്ഷി പറഞ്ഞാൽ യഹോവ സാക്ഷികളുടെ സമ്മേളനത്തിലും കേന്ദ്രങ്ങളിലും ബോംബ് വയ്ക്കുമെന്നും ഭീഷണിയുണ്ട്. 12-ന് രാത്രി വാട്സാപ്പ് മുഖാന്തരമാണ് ഭീഷണി സന്ദേശം വന്നത്. കളമശ്ശേരി സ്ഫോടന കേസ് പ്രതി ഡൊമിനിക് മാർട്ടിനെതിരെ മൊഴി നൽകരുതെന്നാണ് ഈ ഭീഷണിയിലുള്ളത്. മലേഷ്യൻ നമ്പറിൽ നിന്നാണ് ഭീഷണി സന്ദേശം വന്നതെന്നാണ് കളമശ്ശേരി പോലീസ് വ്യക്തമാക്കുന്നത്. ഡാനി പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, കളമശ്ശേരി സ്ഫോടന കേസിൽ വിദേശ ബന്ധവും അന്വേഷിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നൊരു സാഹചര്യമുണ്ട്. അതിനിടെയാണ് ഇത്തരം ഒരു ഭീഷണി സന്ദേശം യഹോവ സാക്ഷികൾക്ക് നേരെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉറവിടം എവിടെയാണ് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? കളമശ്ശേരി പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? ടോം, ഇക്കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ രേഖകൾ സഹിതം, അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകാൻ കഴിയാവുന്ന വിവരങ്ങൾ, ഒന്ന് ഈ വാട്സപ്പ് നമ്പറാണ് ഇത് വന്നിരിക്കുന്നത്, അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതൊരു മലേഷ്യൻ നമ്പർ എന്ന രീതിയിൽ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഈ സന്ദേശം എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ആരാണ്, എന്താണ് എന്ന് സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മറ്റേതെങ്കിലും വെളിപ്പെടുത്തലോ ഒന്നും തന്നെ ഈ സന്ദേശത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു അന്വേഷണം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്, എന്നാൽ വിചാരണ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. വിചാരണ നടപടികൾ അടുക്കുകയാണ്. വിചാരണ അടുത്ത് തന്നെ ഇത് ആരംഭിക്കും എന്ന് പറയുമ്പോൾ ആ സമയത്താണ് ഇത്തരമൊരു സന്ദേശം ഇവിടെ എത്തുന്നത്. സന്ദേശത്തിൻ്റെ പൊരുൾ ഇതാണ്: ഈ കേസിലെ ഏക പ്രതി എന്ന് പറയുന്ന ഡൊമിനിക് മാർട്ടിനാണ്. ഈ ഡൊമിനിക് മാർട്ടിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിൽ ഏതെങ്കിലും രീതിയിൽ തെളിവ് നൽകാൻ ശ്രമിക്കുന്നവരെ അപായപ്പെടുത്തും എന്ന് തന്നെയാണ്. ഒപ്പം ഈ യഹോവ സാക്ഷികളുടെ കൺവെൻഷനിൽ പലയിടങ്ങളിലും നടക്കാറുണ്ട്. അപ്പോൾ ഈ കൺവെൻഷനുകളിലും ഈ ആക്രമണം ഉണ്ടാകും, അവിടെയും ബോംബ് വയ്ക്കും എന്ന രീതിയിലുള്ള ഒരു സന്ദേശമാണ് വന്നിരിക്കുന്നത്. ഇതാ ഈ യഹോവ സാക്ഷികളുടെ അവരുടെ ഒരു ഗ്രൂപ്പിൻ്റെ PROയുടെ നമ്പറിലേക്കാണ് ഈ സന്ദേശം വന്നത്. ഇതിനുശേഷം ഈ തെളിവുകളടക്കം വെച്ചാണ് ഇപ്പോൾ കളമശ്ശേരി പോലീസിൽ പരാതി കൊടുക്കുകയും അവർ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ, ഇതിൻ്റെ ഒരു വിചാരണ നടപടികൾ കടക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ വരുന്ന ഈ സന്ദേശം അത് ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. ഇതിനു മുൻപ് നേരത്തെ പല രീതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം രാജ്യത്തിന് പുറത്തേക്ക് കടന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇയാളുടെ ഈ ഡൊമിനിക് മാർട്ടിൻ്റെ വിദേശത്തുള്ള പരിചയങ്ങൾ, ബന്ധങ്ങൾ, ഇതെല്ലാം തന്നെ അന്വേഷിക്കണമെന്ന രീതിയിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്ന അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടിയുള്ള അനുമതി അടക്കം അവർ നേടുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ബോംബ് നിർമ്മാണം അയാൾ സ്വായത്തമാക്കിയത്, ഇയാൾ ഇതുവരെ നൽകിയിരിക്കുന്ന മൊഴിയും കാര്യങ്ങളും എല്ലാം പറയുന്നത് ഇയാളത് യൂട്യൂബ് നോക്കിയും മറ്റും പഠിച്ചു എന്നുള്ള രീതിയിലാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് അത്ര കണ്ട വിശ്വാസത്തിൽ ഇപ്പോഴും പോലീസ് അത് എടുത്തിട്ടില്ല. അന്വേഷണ സംഘങ്ങൾ ഇതുവരെയും ആ രീതിയിലേക്ക് കണ്ടിട്ടില്ല. അതിൽ കൂടുതൽ വസ്തുതാപരമായ വിശകലനം വേണമെന്ന രീതിയിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. അതോടൊപ്പം തന്നെ ഇയാളിലേക്ക് വന്ന കോളുകൾ, ഇയാൾ പുറത്തേക്ക് വിളിച്ച കോളുകൾ, സംശയാസ്പദമായ 2 നമ്പറുകൾ അതിലുണ്ട് എന്ന വിവരങ്ങളെല്ലാം തന്നെ ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു. രാജ്യത്തിന് പുറത്തേക്ക് ഒരു കോൾ പോയിട്ടുണ്ട് എന്ന രീതിയിലടക്കം കാര്യങ്ങൾ വന്നിരുന്നു. മാത്രവുമല്ല, ഇയാൾ നേരത്തെ ഈ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ കാര്യങ്ങളിൽ വിശദമായ ഒരു നിലവിലെ ഏകപ്രതി ഈ ഡൊമിനിക് മാർട്ടിൻ മാത്രമാണ്. പക്ഷേ ഇയാളുടെ പശ്ചാത്തലം പോലീസ് അന്ന് തന്നെ പരിശോധിച്ചപ്പോൾ ഇയാൾ വിദേശത്ത് കുറച്ചുനാൾ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീടാണ്, കാരണം അന്ന് തന്നെ ഈ ബോംബ് സ്ഫോടന കേസിൽ നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഈ സ്ഫോടന കേസിൽ വിദേശ ബന്ധം പരിശോധിക്കണമെന്ന ആവശ്യമൊക്കെ ഉയർന്നെങ്കിലും പോലീസ് ആ തലത്തിലേക്ക് നീങ്ങിയിരുന്നില്ല. അതിന് പിന്നാലെയാണ് ചില സൂചനകൾ പോലീസിന് ലഭിക്കുന്നത്. ഇയാൾക്ക് വിദേശ ബന്ധമുണ്ട്, എങ്ങനെയാണ് ഈ ബോംബ് ഉണ്ടാക്കാനുള്ള രീതികളൊക്കെ ഇയാൾ പഠിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ പോലീസ് വിശദമായി പരിശോധിച്ചു. ഇപ്പോൾ ഈ ഒരു ഭീഷണി സന്ദേശം കൂടി എത്തുമ്പോൾ ഇതിന് പിന്നിൽ, ഈ ഡൊമിനിക് മാർട്ടിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ തുടങ്ങിയ സംശയങ്ങൾ ഉയരുന്നുണ്ടല്ലോ. പോലീസ് അങ്ങനെയെങ്കിൽ പോലീസ് ഈ ഒരു കേസ് വീണ്ടും പുനഃപരിശോധിക്കാനുള്ള സാധ്യതയുണ്ടോ? കൂടുതൽ തലങ്ങളിലേക്ക്, വിദേശ തലങ്ങളിലേക്ക് ഇതിൻ്റെ അന്വേഷണം വിശദമായി തന്നെ നീങ്ങേണ്ടതല്ലേ? ടോമി, കേസിലെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതാണ്. അതിൻ്റെ ആ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ കുറ്റപത്രം സമർപ്പിച്ചതാണ്. ഇനി നടക്കുന്നത് ഇയാളുടെ ഒരു പശ്ചാത്തലം എങ്ങനെയായിരുന്നു എന്നത് സംബന്ധിയായ കാര്യങ്ങളാണ്. അതിന് കുറെ കൂടി അടക്കം വസ്തുതാപരമായ രീതിയിൽ തന്നെ അതിൽ ചില വിശകലനങ്ങളും കാര്യങ്ങളും ആവശ്യമാണ്.
പശ്ചാത്തലം ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്ന രീതിയിലാണ് പോലീസ് നിൽക്കുന്നത്. നേരത്തെ മാത്രം സംശയങ്ങൾ ഉയർന്നതാണ്. ഒരു പ്രത്യേക അന്വേഷണം എന്ന രീതിയിൽ തന്നെയല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ ഇനി കേസിൻ്റെ വിചാരണ വേളയിലടക്കം സമർപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കുറെ കൂടി അന്വേഷണം വേണമെന്ന നിലപാടിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. ഇപ്പോൾ ഈ കോൾ കൂടി ഈ ഒരു ഭീഷണിപ്പെടുത്തുന്ന സന്ദേശം കൂടി വരുന്നതോടുകൂടി അവരുടെ ഒരു ആവശ്യത്തിന് കുറച്ചുകൂടി ആധികാരികത വരികയാണ്. കാരണം ഇയാൾക്ക് വേണ്ടി ഇങ്ങനെ വിദേശത്ത് നിന്ന് ഒരു അജ്ഞാതമായ സന്ദേശം വരിക, അതിന് ഉറവിടം കണ്ടെത്താനാകാത്ത രീതിയിലേക്ക് ഇരിക്കുക. മാത്രവുമല്ല, അപ്പോൾ ആരാണ് ഇയാൾക്ക് പുറമേ നിന്ന് സഹായം നൽകുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഒപ്പം ഈ ബോംബ് നിർമ്മാണമൊക്കെ യൂട്യൂബിൽ നോക്കി പഠിക്കുക, ഒരു തവണ പോലും പരീക്ഷണം നടത്താതെ ഇതെല്ലാം തന്നെ ചെയ്തു. അതിൽ 8 പേർ മരിക്കുകയും ഒപ്പം തന്നെ ഒരു 50-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തൊരു സംഭവമാണ് ഈ സംസ്ഥാനത്തുണ്ടായത്. അപ്പോൾ ഇത് വലിയ രീതിയിൽ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതിൻ്റെ ഒരു ആസൂത്രകൻ അയാൾ തന്നെയായിരുന്നു അത് നടപ്പാക്കിയത്. ഏക പ്രതിയാണിത്. അപ്പോൾ അത് സംബന്ധിയായ കാര്യങ്ങളിൽ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ദൂരീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കോൾ അടിസ്ഥാനമാക്കി തന്നെയും ഇയാളുടെ പശ്ചാത്തലം സംബന്ധിയായ കാര്യങ്ങളിൽ ഇതുവരെ നടത്തിയ അന്വേഷണവും ഇതെല്ലാം തന്നെ ലിങ്ക് ചെയ്ത് പോകുന്നതാണ്. അതുകൊണ്ട് കൂടുതൽ അന്വേഷണങ്ങൾ ഈ കാര്യത്തിൽ സ്വാഭാവികമായും തന്നെ ഉണ്ടാകും. ഒരുപക്ഷെ ഇതിനൊപ്പം തന്നെയായിരിക്കും അതെല്ലാം തന്നെ നടന്നു പോകാൻ സാധ്യത. വിചാരണ വേളയിലടക്കം ഇത്തരം കാര്യങ്ങൾ അന്വേഷണ സംഘം അത് കോടതിയിൽ തന്നെ ധരിപ്പിക്കാനാണ് സാധ്യതയുള്ളത്. ടോം, വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കളമശ്ശേരി സ്ഫോടന കേസിലെ സാക്ഷികൾക്കാണ് വിദേശത്തു നിന്നും ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത്.